ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പം പണിയെന്ന് പറയാൻ നമുക്ക് കറി വെക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി ക്ലീനിങ് ആയിരുന്നു, അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി. രാവിലെ നമുക്ക് ദോശയായിരുന്നു കേട്ടോ, ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇച്ചിരി വേസ്റ്റൊക്കെ ഞാൻ തൂത്ത് ഫ്രിഡ്ജിനകത്തേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കളയണം. വേസ്റ്റ് കളഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് തൂത്ത് വാരണം. പിന്നെ കറി എന്തെങ്കിലും വെക്കണം. അപ്പോൾ ഗായ്സ്, ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടായി രാവിലെ പോയപ്പോൾ വാതിൽ അടച്ചിട്ടിട്ട് പോയതാണ് കേട്ടോന്നേ. അപ്പോൾ അവൾ കാർട്ടൂൺ കാണുവാണ്. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇന്ന് ഞാൻ ട്രൈപോഡ് എടുത്തില്ല കേട്ടോ. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. നമുക്ക് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. വേസ്റ്റ് നമ്മൾ ഇവിടെയാണ് ഇടുന്നത്. അപ്പുറത്തെ വീട്ടിലെ പറമ്പിലാണ്. എപ്പോഴാണ് അവർ ഓടിക്കണേന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ കാക്ക എപ്പോഴും വരും കേട്ടോ. കാക്ക കൊത്തി തിന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോവയ്ക്ക് ഇച്ചിരി മെഴുക്കുവരട്ടി വെക്കുകയാണ് കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഉണക്കമീൻ വറുത്തതുണ്ട് കേട്ടോ. ഉണക്കമീൻ വറുത്തതുണ്ട്, മാങ്ങാച്ചാറും ഉണ്ട്. ഇന്നിപ്പോൾ ചേട്ടായി കഴിക്കാൻ വരത്തില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ള കറി ഇത് മതി കേട്ടോ. എനിക്ക് മാങ്ങാച്ചാറ് മാത്രം മതി ചോറുണ്ടാൻ. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഇട്ട് തന്ന അച്ചാറാണ് കേട്ടോ. പറഞ്ഞില്ലേ കാക്കകളൊക്കെ വരുമെന്ന്. വേസ്റ്റ് തിന്നാൻ കാക്കകളൊക്കെ വന്ന് ഗൈസ്. പിന്നെ നമുക്ക് മുറ്റം അടിക്കാം. ഞാൻ ഇന്ന് ട്രൈപോഡ് എടുത്തില്ല കേട്ടോ. എനിക്കിവിടെ വിറക് ഒട്ടുമില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വിറക് ഇച്ചിരി പോയി വെട്ടിയതാണ്. മറ്റേ ആനയുടെ വിറകാണ് കേട്ടോ. ഇപ്പം മഴവെള്ളമാണ്. പിന്നെ ഇന്നലെ വെള്ളത്തിനകത്ത് തുണിയെല്ലാം എടുത്തിട്ട് മുക്കി ഇതാക്കി വെച്ചേക്കുക. ഇപ്പോൾ മുറ്റം അടിക്കുന്നു. കുപ്പിക്കകത്ത് പരിപാടിയായിരുന്നു ഇന്നലെ ഇവിടെ നിന്നുകൊണ്ട് വെള്ളം എടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അടിക്കാൻ മിറ്റമൊന്നുമില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ ഇല വീഴുന്ന അത് നമ്മൾ അങ്ങോട്ട് തന്നെ അടിച്ചിടും. ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. കണ്ടോ, കാക്ക വന്നത് തിന്നത് കണ്ടോ. മുറ്റം എല്ലാം ക്ലീനാണ് കേട്ടോ. മുറ്റത്ത് അടിക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഇവളിടുന്ന കുറച്ച് മിഠായി കടലാസൊക്കെ കാണുകയുള്ളൂ. വേറൊന്നും അടിക്കാനായിട്ടൊന്നുമില്ല. ഒറ്റ മഴയത്ത് പുല്ല് വളർന്നതാണ് കേട്ടോ അത്. അതിനിപ്പം എങ്ങനെയൊക്കെ കളയണം. ഇന്നലെ ഞാനിവിടെ ഇച്ചിരി ചെത്തി ചെയ്താണ് പുല്ല്. അടിച്ചു വാരട്ടെ. നെക്സ്റ്റ് പെണ്ണിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് ഗൈസ്. അപ്പം എനിക്ക് തലയിൽ എണ്ണയൊക്കെ വെക്കണം. ഒന്ന് ബാത്റൂം കഴുകാനുണ്ട്. അത് കഴുകിയിട്ട് വേണം അവളെ കുളിപ്പിക്കാൻ കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഞാൻ മരുന്നൊക്കെ ഒഴിച്ചിട്ടേക്കുന്നതാണ്. നമുക്കിതെല്ലാം ഒന്ന് തേച്ച് വൃത്തിയാക്കണം. അപ്പോൾ ഗായ്സ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. തലയിൽ തോർത്തൊക്കെ ചുറ്റി വെച്ച് ഇറങ്ങി വന്നു. ഇനിയിപ്പം ഒന്ന് ചെറിയ എൻ്റെ ഒരു കുട്ടി മേക്കപ്പ് ഉണ്ട് കേട്ടോ. കുട്ടി മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു പൗഡർ ഇടും, സിന്ദൂരം തൊടും, അതൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടി മേക്കപ്പിലോട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. ഈ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നാ ഒരുങ്ങാനാണല്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് ആരെങ്കിലുമൊക്കെ കയറി വരുന്നതല്ലേ, റോഡ് സൈഡല്ലേ. പിന്നെ മുടിയൊക്കെ ആണെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ ഈ പൗഡർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട കേട്ടോ. നമുക്കിവിടെ വെക്കാൻ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അലമാരിയുടെ പൊക്കത്ത് ഞാൻ കുറച്ച് ബാഗും എൻ്റെ കുറച്ച് ചെരുപ്പും ഒക്കെ പൊക്കത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ചെരുപ്പ് പൊക്കത്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവളെപ്പോഴും ചെരുപ്പെടുത്ത് ഇടും കേട്ടോ. പിന്നെ അത് മുറ്റത്ത് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അതിൻ്റെ പൊക്കത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കത്തില്ല. പിന്നെ ജസ്റ്റ് കമ്മൽ എപ്പോഴും നനഞ്ഞ മുടി ഏരിയതാണ്. എന്നാലും ഞാൻ താഴെ ഒന്നും ഏരിയല്ല കേട്ടോ, ജസ്റ്റ് ആ മുൾഭാഗം മാത്രം ഒന്ന് ഏരി കൊടുക്കും. അതാണെങ്കിൽ എപ്പോഴും ഊരിപ്പോയി. ഇന്നലെയാണ് 2 വട്ടം ഊരിപ്പോയി. പിന്നെ ഇടയ്ക്കൊക്കെ കട്ടിലിൽ ഊരിപ്പോകാറുണ്ട് കേട്ടോ. സ്വർണ്ണം ആയതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ എന്നായാലും അത് ഊരി വെച്ചിട്ട് സ്റ്റഡ് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ അങ്ങനെ സ്റ്റഡ് മാത്രം ഇടുന്നതാണ് കേട്ടോ.
പിന്നെ ഇതേ താക്കോൽ വെച്ച് എന്തെന്ന് കണ്ടില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് വേറൊരു താക്കോലുണ്ടായിരുന്നു. അപ്പം ആ താക്കോൽ ഇതേ തപ്പിയെടുക്കുന്നതാണ് കാണുന്നത്. വീട്ടിലോട്ട് പോയപ്പോഴത്തേനും ഞാൻ ഒരു താക്കോൽ ഇവിടെ വെച്ചിട്ട് ഒരു താക്കോൽ ഞാൻ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് തപ്പിയപ്പം ആ താക്കോൽ കിട്ടി. അപ്പോൾ അത് ആ താക്കോൽ വെച്ച് അലമാരി തുറന്നു. നമ്മുടെ കുഞ്ഞ് അലമാരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ സ്ഥലം കുറവാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കുടുക്കയുണ്ട്. ഞങ്ങളുടെ കുടുക്കയായിരുന്നു കേട്ടോ. കുടുക്കയിലാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ കമ്മൽ ഇട്ട് വെച്ചിരുന്നത്. അപ്പം കമ്മൽ മാത്രമല്ല കേട്ടോ, എൻ്റെ കൊലുസും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ അതാണ് എൻ്റെ കൊലുസ്. പിന്നെ കൊലുസ് സൈഡ് ഇച്ചിരി കൂട്ട് എന്നാ പൊട്ടിപ്പോയ പോലെ ഇങ്ങനെ ഇരിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ അതിട്ടില്ല. അഥവാ പോയി കഴിഞ്ഞാൽ പിന്നെ മേടിക്കാൻ ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ എന്ത് വിലയാണല്ലേ. അയ്യോ എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ മേടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ സ്റ്റഡ് കമ്മൽ എടുത്തിട്ട് അത് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് കീതേ ബാഗിനകത്തോട്ട് തന്നെ വെച്ച് പിന്നെ ഇതേ സ്റ്റഡ് കമ്മലെടുത്തു. ഇത് എൻ്റെ ജിമിക്ക കമ്മലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനിതിങ്ങനെ ഇടാറുണ്ട്. സ്റ്റഡ് കമ്മലിടുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും സ്റ്റഡ് കമ്മലിടുമ്പോൾ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോവും. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ഇടാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്റ്റഡ് കമ്മലിടുമ്പോൾ കാതല്ലെന്നാൽ കമ്മലുണ്ട് താനും. എനിക്ക് വേറൊരു കമ്മൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സ്വർണ്ണക്കമ്മലൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്വർണ്ണക്കമ്മലല്ലാതെ വേറെ കമ്മലൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ചെറുപ്പം തൊട്ടേ ഞാൻ ഈ കമ്മലിട്ട് ശീലിച്ചുകൊണ്ട് മറ്റേ കമ്മലൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇടുന്നതല്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോന്നേ. ഞാനത് ഊരിയപ്പോഴേ എനിക്ക് കാതിൻ്റെ ഹോൾ അടഞ്ഞു പോയ പോലെ തോന്നി കേട്ടോന്നേ. അത് ഊരിയതേ എൻ്റെ കാതിൽ കിടന്നിരുന്നത് ഇതിനേക്കാളും ചെറിയ പിരിയായിരുന്നു. അപ്പോൾ ഈ പിരി കയറാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഓർത്തു. പക്ഷേ എന്തായാലും അത് കയറി കേട്ടോന്നേ. ചെറിയൊരു വേദന എടുത്തു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനത് ഇടുന്നുണ്ട്, 2 കാതിലും ഇടണം. അപ്പോൾ ഇതേ കമ്മലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ മുടി 2 വശത്തോട്ട് ഇട്ടിട്ട് ഒത്തിരിയൊന്നും ഇല്ല, ഉള്ളതിങ്ങനെ ചീവി കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കും കേട്ടോന്നേ. ഞങ്ങൾ എൻ്റെ ഭാഷ ഞാൻ പറയും കൈ വെച്ച് കോന്തുക എന്ന് പറയും. പല സ്ഥലത്തും പല പേരിലാണ് അത് അങ്ങനെ പറയുന്നത്. ഞാൻ ഇങ്ങനെ കൈ വെച്ച് കോന്തി ഇടുക എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. ഞങ്ങൾ കോട്ടയംകാർ അതാ പറയുന്നത്. ഓരോരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പറയുന്നത്. പിന്നെ ഞാൻ മുടിയുടെ ഒരറ്റം എടുത്ത് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ കെട്ടി അങ്ങ് ഇടും, അത്രയേ ഉള്ളൂ. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കെട്ടി വെക്കത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അവളെ ഇച്ചിരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി പഠിപ്പിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. അവളിങ്ങനെ ബുക്ക് എടുത്തെടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ലിസ്റ്റ് എഴുതിയതാണ് കേട്ടോ അത്. പിന്നെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത്.